നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. വല്യേട്ടൻ സിനിമ ഇന്ന് തിയേറ്ററിൽ റിലീസ് ചെയ്തു. സിനിമ എങ്ങനെയുണ്ട് എന്ന് പറയേണ്ട കാര്യമില്ല, കാരണം സിനിമ വേറെ ലെവൽ സിനിമ തന്നെയാണ്. ഇപ്പൊ 2024 റിലീസ് ചെയ്തപ്പോഴത്തേക്ക് ചില മാറ്റങ്ങൾ സിനിമയ്ക്ക് വരുത്തിയിട്ടുണ്ട്. ആ മാറ്റങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. കാരണം സിനിമയെ കുറിച്ചിട്ടോ സിനിമയുടെ കഥാപാത്രത്തെ കുറിച്ചിട്ടോ ഒന്നും നമ്മൾ വിശദീകരിക്കേണ്ട. 2000 ഒരു വിഷുവിനാണ് ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത്. അന്ന് എനിക്ക് ഏതാണ്ട് ഒരു 17-18 വയസ്സുള്ള ആ സമയമാണ്. ആ സമയത്ത് ഞാൻ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ട വ്യക്തിയാണ്. ഏതാണ്ട് 3, 4, 5 പ്രാവശ്യം തിയേറ്ററിൽ പോയി കണ്ടു. കാരണം അത്രത്തോളം ഒരു വൈബായിരുന്നു ആ സിനിമ. ആ സിനിമ കാണുന്ന സമയത്ത് മമ്മൂക്കാടെ ഓരോ ഡയലോഗിലും മമ്മൂക്കാടെ ആ സ്ക്രീൻ പ്രസൻസിലൊക്കെ നമ്മൾ അറിയാതെ എഴുന്നേറ്റ് കൈയടിച്ചു പോകും. 2024 4K അറ്റ്മോസിൽ ഈ സിനിമ തിയേറ്ററിൽ എത്തിയപ്പോഴത്തേക്ക് ഞാൻ അന്ന് കണ്ടതിനെക്കാട്ടിൽ കുറച്ചും കൂടെ എനിക്ക് എന്താ പറയാ, ഒരു വല്ലാത്തൊരു ഫീല്. കാരണം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ് വല്യേട്ടൻ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് മമ്മൂട്ടിയുടെ ആരാധകർ, ഈ സിനിമ കാണാത്തവരുണ്ട്. അവരുടെയൊക്കെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. എന്നാൽ കേരളത്തിൽ ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ള വല്യേട്ടൻ എല്ലാ തിയേറ്ററുകളിലും വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് ആരാധകർ സിനിമ സ്വീകരിച്ചത്. ഒരു പുതിയ സിനിമ റിലീസ് ചെയ്യുന്ന അതേ ആരവത്തിലും ആഘോഷത്തിലും കേക്ക് കട്ടിയതും വാദ്യമേളത്തിന്റെ അകമ്പൊടിയോടൊക്കെ തന്നെയാണ് ഈ സിനിമ ഇന്ന് തിയേറ്ററിലേക്ക് എല്ലാവരും വരവേറ്റത്. മലയാളത്തിന്റെ വല്യേട്ടൻ, മലയാളികളുടെ വല്യേട്ടൻ തന്നെയാണ് എന്നും മമ്മൂക്കയുടെ അറക്കൽ മാധവനുണ്ണി എന്ന ആ ഒരു കഥാപാത്രം ശരിക്കും പറയാന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ സീനും ഇങ്ങനെ തിയേറ്ററിൽ നിന്ന് കാണുമ്പോഴത്തേക്ക് മമ്മൂക്ക സ്ക്രീനിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. അന്ന് നമ്മൾ എങ്ങനെയാണോ കണ്ടത് അത് വീണ്ടും നമ്മുടെ കണ്ണിലേക്ക് കാണുമ്പോഴത്തേക്ക് സത്യം പല സീനിലും ഒക്കെ നമുക്കിങ്ങനെ രോമാഞ്ചം ഉണ്ടാകും. കാരണം മമ്മൂക്കാടെ തീപ്പൊരു ഡയലോഗും മമ്മൂക്കാടെ ആ സ്ക്രീൻ പ്രസൻസ് ഒക്കെ കണ്ടപ്പോഴത്തേക്ക് നമ്മൾ വേറെ ലെവൽ. ആ സിനിമയ്ക്കകത്തുള്ള എല്ലാവരും, ഇപ്പൊ മമ്മൂക്കായി കൂടാതെ ഇതിനകത്ത് സിദ്ദീഖ് ഉണ്ട്, അതുപോലെ തന്നെ സുധീഷ്, മനോജ് കെ ജയൻ, സായ് കുമാർ, ശോഭന, അങ്ങനെ വലിയൊരു താരനിര എത്തിയ ഒരു സിനിമ തന്നെയാണ്. ഇപ്പൊ നമുക്ക് ഇതിന്റെ ആ ഒരു ടെക്നിക്കൽ വശങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 4K അറ്റ്മോസിൽ ഇറങ്ങിയിട്ടുള്ള ഈ സിനിമ പക്ക ക്വാളിറ്റി തന്നെയാണ് സിനിമ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചില വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. ടൈറ്റിലിൽ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ അതിന്റെ കളർ ഗ്രേഡിങ്, അങ്ങനെ മൊത്തത്തിൽ സിനിമയ്ക്ക് ഒരു വ്യത്യസ്തത കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റി തന്നെയാണ് സിനിമ എടുത്തിരിക്കുന്നത്. ഒരു പുതിയ തലമുറയ്ക്ക് ഈ സിനിമ ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു സിനിമ തന്നെയാണ്. സിനിമ കണ്ടിറങ്ങിയിട്ടുള്ള ഓഡിയൻസിന്റെ റെസ്പോൺസ് ഒക്കെ നമ്മൾ കേട്ടായിരുന്നു. പണ്ട് എങ്ങനെ പറയണത്, എന്റെ 2000 എന്റെ 15 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞാൻ തിയേറ്ററിൽ റിയലി ഷോ ഇതുപോലെ ക്യൂ നിന്ന് നമ്മളെ എടുത്ത് അത്രയ്ക്ക് 6 പ്രാവശ്യമാണ് ഞാൻ എൻ്റെ സ്കൂളിൽ നിന്ന് കട്ട് ചെയ്ത് വന്ന് കണ്ട പടം. എനിക്കിപ്പോഴും രോമാഞ്ചം. ഇത് കണ്ടപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഇപ്പം എൻ്റെ കൈയും കാര്യം തന്നെ രോമം കൊണ്ട് പൊങ്ങി പറഞ്ഞു. എന്ത് മനുഷ്യനാണ്. റെസ്പോൺസുകളൊക്കെ നമ്മൾ കേട്ടായിരുന്നു. ഒരുപാട് യുവാക്കൾ, അല്ലെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ കാണാത്ത ഒരുപാട് ആൾക്കാർ ഈ സിനിമയ്ക്ക് വന്നു. അവർ ആ സിനിമ കണ്ടിട്ട് പറഞ്ഞു പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു സിനിമ. അതിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. തിയേറ്ററിൽ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വല്യേട്ടൻ എന്ന സിനിമ തിയേറ്ററിൽ കാണേണ്ട സിനിമ തന്നെയാണ്. ഇനിയും ഒരുപാട് സിനിമകൾ, ഇതുപോലുള്ള സിനിമകൾ വരാനുണ്ട്. ഇപ്പം നമുക്കവിടെ തന്നെ വടക്കൻ വീരകഥ, ആവനാഴി, ഇതുപോലുള്ള സിനിമകളും റിലീസായിട്ട് എത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഒരുപാട് സിനിമകൾ ഇപ്പൊ റിലീസായിട്ട് എത്തി. എനിക്ക് ആദ്യം സ്ഫടികം എത്തി, അതിനുശേഷം ദേവദൂതൻ, പിന്നെ പാലേരി മാണിക്യം. പക്ഷെ ഈ സിനിമകൾക്കൊന്നും കിട്ടാത്ത ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രൊമോഷനും ആഘോഷത്തിൽ തന്നെയാണ് വല്യേട്ടൻ കേരളത്തിലേക്ക് റിലീസ് ചെയ്തത്. സിനിമയെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നില്ല, കാരണം സിനിമ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് വേറെ ലെവല് തന്നെയാണ്. മമ്മൂക്കയെ കുറിച്ചിട്ടൊന്നും നമുക്ക് പറയാനില്ല. തീപ്പൊരി എന്ന് പറയാം, തീപ്പൊരി സാധനം തന്നെയായിരുന്നു. അത് തിയേറ്ററിൽ 24 വർഷത്തിന് ശേഷം വീണ്ടും കണ്ടപ്പോഴത്തേക്കും അന്ന് കണ്ടിട്ടുള്ളതിനെക്കാട്ടിൽ കുറച്ചും കൂടെ എന്താ പറയാ, ഒരു ആവേശവും ഫീലും ഒക്കെ സിനിമയ്ക്ക് കിട്ടി. അത് ഇപ്പോഴത്തെ ഒരു സൗണ്ട് ക്വാളിറ്റിയും പിക്ചർ ക്വാളിറ്റിയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് ആ സിനിമ എന്തായാലും 4K അറ്റ്മോസ് ഉള്ള ഒരു തിയേറ്ററിൽ തന്നെ നിങ്ങൾ ഈ സിനിമ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ സിനിമ തിയേറ്ററിലേക്ക് പോവുക, കാണുക. കാരണം ഇപ്പൊ ഇറങ്ങുന്ന സിനിമകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ആവേശം തരുന്ന ഒരു സിനിമകളൊന്നും അല്ലല്ലോ. അപ്പൊ ഇത് തീർച്ചയായിട്ടും എല്ലാ തര ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് മമ്മൂക്കാടെ വല്യേട്ടനിലെ അറക്കൽ മാധവനുണ്ണി എന്ന് പറയുന്ന ശക്തമായിട്ടുള്ള ആ ഒരു കഥാപാത്രം. തീർച്ചയായിട്ടും അത് തിയേറ്ററിൽ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ സിനിമ കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്തത് അത് നമ്മുടെ കമന്റ് ബോക്സിൽ വയ്ക്കുക. മറ്റൊരു വീഡിയോ കാണാം. ശുഭപ്രതീക്ഷ നിങ്ങളിലേക്ക് സ്വന്തം.